ഒരു ദിവസം വൈകുന്നേരം കുറേ നാൾ കൂടി ഡോട്ടുകൾ ജോയിൻ ചെയ്ത് ഉണ്ടാക്കി വെച്ച ഒരു റൂട്ട് മാപ്പ് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് പോകുന്ന യാത്രയാണിത്. അന്ന് പോകണമെന്ന് പ്രീ പ്ലാൻഡ് അല്ലായിരുന്നെങ്കിലും പോകണമെന്ന് പറഞ്ഞ് ഹോം സ്ക്രീനിൽ സേവ് ചെയ്ത് വെച്ച ഒരു മാപ്പ്. ഒരു ആഫ്റ്റർനൂൺ ഔട്ടിങ് അത്രേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല. ഒരു റിഫ്രഷിങ് യാത്രയ്ക്ക് പറ്റുന്ന ഒരു 3 സ്പോട്ടുകൾ, അതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ടോള് കൊടുത്തിട്ട് കുണ്ടും കുഴിയുള്ള റോഡുകളിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. പക്ഷേ എങ്കിലും ടോള് കൊടുത്തിട്ട് യാത്ര ചെയ്യുന്ന ഉടനെ റോഡ് മാത്രമല്ല, അതിൻ്റെ ചുറ്റുമുള്ള സൈഡിലെ വ്യൂ വരെ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ടും വളരെ എൻജോയ് ചെയ്തും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന റോഡുകളാണിത്. ഞാൻ അങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ട് യാത്ര ചെയ്ത് ഒരു 200 വർഷം പഴക്കമുള്ള ഒരു ആൽമരത്തിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ പേര് ഞാൻ പ്രൊനൗൺസ് ചെയ്താൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും, അതുകൊണ്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്ത റൂട്ടിൻ്റെ മാപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ ഇട്ടേക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്കൊരു ഔട്ടിങ്ങിന് ഒക്കെ പോകാൻ പറ്റുന്ന ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്പോട്ട് എന്ന് പറയാം. ഇവിടെ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലത്തെ പെയിൻറ്റിങ് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ കിളി കാണാനും ഓക്കെ ഞാൻ പോത്തിനെയൊന്നും കണ്ടില്ല, മാനിനെയും കണ്ടില്ല. മേ ബി അകത്തോട്ട് കാണാൻ ഞാൻ കുറച്ചൊക്കെ നടന്നു നോക്കിയെങ്കിലും ഞാൻ അധികം കുരങ്ങന്മാരെ അല്ലാതെ മറ്റൊന്നും ഞാനവിടെ കണ്ടില്ല. കിളികളും അണ്ണാനും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാനിനെയൊന്നും കണ്ടില്ല. മേ ബി അകത്തായിരിക്കും, എനിക്കറിയത്തില്ല. എങ്കിലും കുറച്ച് നേരം ഇരുന്ന് കിളികളെയും എല്ലാത്തിനെയും കണ്ട് ഈ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ഫാമിലിയോടൊപ്പമാണെങ്കിൽ വളരെ എൻജോയബിൾ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും ഒരു സൈറ്റ് സീയിങ് യാത്രയല്ല. ആ ഒരു പീസ് ഓഫ് മൈൻഡോടുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് ആണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുരങ്ങന്മാർക്ക് ഒരു പഞ്ഞവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഒന്ന് മാറിയാൽ ഒരു പക്ഷേ ഈ കുരങ്ങന്മാർ വന്നിട്ട് ഇതെടുത്തുകൊണ്ട് പോകും. ഇവിടെ ഇരിക്കുന്ന കുരങ്ങന്മാരുടെ പലരുടെയും ഭാവം കണ്ടാൽ സത്യം പറഞ്ഞാൽ താനാരടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നൊരു ലക്ഷണമാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അവർക്ക് നമ്മളത്ര വലിയ സംഭവമൊന്നുമല്ല, അവരുടെ ഏരിയയിൽ നമ്മൾ ചെന്നേക്കുന്നു എന്നുള്ള ആധിപത്യത്തോടു കൂടി അവിടെ ഇരിക്കുന്ന കുറേ എന്താ പറയുക നട്ടലുള്ള കുരങ്ങന്മാരെ ഞാൻ കണ്ടു അവിടെ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന് പീസ്ഫുള്ളായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് കുരങ്ങന്മാരെയും അണ്ണാനെയും കിളികളെയും ഒക്കെ കണ്ട് കുറച്ചങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവരെ ഫീഡ് ചെയ്യരുതെന്ന് അവിടെ സൈനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വൈൽഡ് ലൈഫ് സെക്യൂരിറ്റി ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, എനിക്കറിയത്തില്ല. എങ്കിലും ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. മാക്സിമം ഒരു ഫാമിലി ഔട്ടിങ് എൻജോയ് ചെയ്ത് കുറച്ച് ടൈമൊക്കെ പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്നെ പോലെ സോളോ ആയിട്ട് പോയി ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു പോരുക. അങ്ങനെ ഒരു ഫാമിലി പിക്നിക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഔട്ടിങ് അല്ലെങ്കിൽ ഒരു സോളോ റിലാക്സിങ് പോയിൻ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് ഞാൻ പോകുമായിരുന്നു. അതൊരു ലേക്ക് വ്യൂ പോയിൻ്റ് എന്നാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത്. അപ്പം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോയി. റൂട്ട് അത്ര വലിയ സംഭവമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും അതിനോട് അടുത്തുണ്ടേ കുഴപ്പമില്ല, കൊള്ളാം എന്നെനിക്ക് തോന്നി. പക്ഷേ ഗൂഗിൾ മാപ്പിലെ ആ ഒരു ഒറിജിനൽ ലൊക്കേഷനിൽ അങ്ങോട്ട് പോകേണ്ടിടത്ത് അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല. ആ റൂട്ടിൽ ഈ വഴി ഇങ്ങനെ പോകുന്ന ഉടനെ ഒരു ഗേറ്റാണ് അവിടെ കാണിക്കുന്നത്. മീൻസ് ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം എന്ന് പറയുന്ന സ്പോട്ടിൽ ഒരു ഗേറ്റാണ്. ആ ഗേറ്റ് ലോക്ക്ഡുമാണ്. അപ്പം ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയാൻ നിൽക്കാതെ കുറച്ച് മുന്നോട്ട് വരിക. കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് വന്ന് കഴിയുന്ന ഉടനെ ഈ റോഡ് നേരെ അങ്ങോട്ട് വന്ന് കഴിയുന്ന ഉടനെ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാം. ആ പാർക്കിംഗ് ഏരിയയുടെ അവിടെ നിർത്തുക. അവിടുന്ന് ഒരു റോഡ് നിങ്ങൾക്ക് ഈ ഒരു പാർക്കിംഗ് ഏരിയയുടെ പിന്നിൽ കൂടെ ഒരു റോഡുണ്ട്.
ആ റോഡിൽ കൂടെ കുറച്ച് ട്രെക്ക് ചെയ്താൽ ഈ ഒരു പോയിന്റിലെത്താം എന്നുള്ള ധാരണയിൽ ഞാൻ ഈ സ്പോട്ടിൽ കൊണ്ടുവന്ന വണ്ടി വെച്ചിട്ട് ഞാൻ ആ ഒരു റൂട്ട് ഒന്ന് ട്രെക്ക് ചെയ്ത് നടന്നു നോക്കി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സ്പോട്ടിലെത്താൻ ഈ റൂട്ടിൽ കൂടെ പറ്റത്തില്ലായിരുന്നു. ഞാനത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സ്പോട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒന്നുകൂടെ പോകാമെന്ന് പറഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് നടന്നു നോക്കി, വണ്ടിയിൽ പോയി നോക്കി. എങ്കിൽ പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ പോയിൻ്റ്. അതുകൊണ്ട് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഈ സ്പോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്നത് എങ്ങനെ എന്ന് വിചാരിച്ച് ഞാനിവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഈ ഇതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് ചാടിക്കിടക്കുക. അങ്ങനെ ചാടിക്കിടന്ന് കുറച്ചങ്ങോട്ട് ട്രെക്ക് ചെയ്യുന്നുണ്ട്. ഈ കാടും മലയും കയറി നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല വ്യൂസുള്ള ഒരു റൂട്ട് നിങ്ങൾക്ക് കിട്ടും. അവിടെ ഫുട്പാത്ത് പോലൊരു ചെറിയ തെളിച്ചുകൊണ്ട് ആ വഴി അങ്ങ് പോയാൽ മതി. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ച് അപകടങ്ങളോ അങ്ങനത്തെ വലിയ റിസ്ക്കുകളോ ഒന്നുമില്ല. ഒരു എന്താ പറയുക, ചുമ്മാ ഒരു ചെറിയ അഡ്വഞ്ചർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പോവാം. നമുക്കൊരു എന്താ പറയുക, ഒന്ന് മൈൻഡ് ചേഞ്ച് ആവും. നമ്മുടെ ഒരു ഫ്രസ്ട്രേറ്റിംഗ് കോർപ്പറേറ്റ് അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ വർക്ക് ചെയ്യുന്നവർക്ക് എന്താ പറയുക, ഒന്ന് റിലാക്സായി ഒന്ന് ഫോൺ ഓഫ് ചെയ്ത് ഓണാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നൊരു പെർഫോമൻസ് അല്ലേ, ആ ഒരു ഫീല് കിട്ടാൻ എൻ്റെ ഈ ഒരു പാർക്കിംഗ് സ്പോട്ടിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇതുപോലെ മല കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ 2 മലയും ഞാൻ വേറെ വേറെ ആയിട്ട് ഒന്ന് കയറി നോക്കി. ഈ റൂട്ട് പോകുമ്പോഴാണെങ്കിൽ ഇങ്ങനെ കയറി മുകളിൽ ചെന്ന് ഞാൻ നോക്കി, താഴെക്കൂടെയുള്ള റോഡ് പറഞ്ഞ് നോക്കി, പല റൂട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എങ്കിലും ഈ ഗൂഗിൾ മാപ്പിൽ കണ്ട പോയിന്റിൽ എനിക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേ ഈ മലകയറിയുള്ള പോക്കുണ്ടല്ലോ, ഞാൻ അങ്ങനെ അധികം പോകാറില്ല. എൻ്റെ യാത്രകളെന്ന് പറഞ്ഞ ഒരു പോയിന്റ് സെലക്ട് ചെയ്യും, ആ പോയിന്റിൽ പോവുക, കുറച്ച് നേരം ഇരിക്കുക, തിരിച്ചു വരിക. ഇതാണ് എൻ്റെ ഒരു യാത്രാ രീതി. പക്ഷേ എങ്കിലും ആ എത്താഞ്ഞപ്പം ആ എത്തിയ പോയിന്റിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു സ്ഥലത്തിനെ അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യാൻ എനിക്ക് എന്തായാലും ഈ യാത്രയെ പറ്റി. അങ്ങനൊരു യാത്ര എനിക്ക് എന്തായാലും കിട്ടിയതുകൊണ്ട് ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു ആ ഒരു പോയിന്റ്. താഴത്തെ ആ ഒരു കുറേ സ്റ്റോളുകൾ കണ്ടില്ലേ, അവിടെ ഈ ഫിഷ് പല രീതിയിൽ പലതരം മസാലയിട്ട് വറുത്തത്, പല സൈസിലും പല ഷേപ്പിലുള്ള മീനുകൾ, പല ടൈപ്പ് മീനുകൾ എല്ലാം കിട്ടും. അപ്പം സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർ അവിടുന്ന് കഴിക്കുക. ഇവിടുത്തെ വ്യൂസ് എന്ന് പറഞ്ഞത് ആ ഒരു പോയിൻ്റില്ലേ, ഇവിടെ ഒരു ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കാണിക്കുന്നത്, അതാണ് ആക്ച്വലി സ്ഥലം എന്നാണ് എനിക്ക് ഗൂഗിൾ മാപ്പ് അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ മുള്ളുവേലിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങോട്ട് പോക്ക് ഈ വഴി നടക്കില്ല. അപ്പോൾ വീണ്ടും തിരിച്ച് വന്നിട്ട് ഞാൻ എന്നാൽ പിന്നെ മല കയറി മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം എന്ന് കരുതി ഞാൻ എൻ്റെ എക്സ്പ്ലോറേഷൻ തുടർന്നു. അപ്പോൾ പറഞ്ഞതുപോലെ താഴത്തെ ആ പാർക്കിംഗ് സ്പോട്ടിൽ ഇഷ്ടംപോലെ പല ടൈപ്പ് സ്പൈസി ഫുഡുകൾ കിട്ടും. ആ സ്പൈസി ഫുഡുകൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവർ പ്രകൃതി ഭംഗി ആവശ്യത്തിന് ആസ്വദിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ റൂട്ടുകൾ, ഓരോ ജംഗ്ഷനിലും പല രീതിയിൽ സ്പ്ലിറ്റായി പോകുന്ന പല റൂട്ടുകളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഓരോ റൂട്ടുകൾ എക്സ്പ്ലോർ ചെയ്താൽ പലതരത്തിലുള്ള വ്യൂ പോയിൻറ്റുകൾ കിട്ടും, പലതരത്തിലുള്ള എന്താ പറയുക എക്സ്പീരിയൻസും കിട്ടും. ഈ ഒരു സൈഡ്, അതായത് ഞാൻ പാർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു സൈഡിലേക്ക് ആണ് ഞാൻ ഫാമിലീസിന് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ ഫാമിലീസിനെ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കുക. ഇവിടെയും ഉണ്ട്, പക്ഷേ എങ്കിലും അത്ര പ്രശ്നമില്ല. ഇവിടെ ചെറുതായിട്ടൊക്കെ ഉള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അത്ര വലിയ സേഫ്റ്റി ഇഷ്യൂ എന്നുള്ളൊരു നിലയ്ക്ക് ഞാൻ പറയത്തില്ല. പക്ഷേ അപ്പുറത്തെ സൈഡിൽ ചെരുപ്പിടാതെ നടന്നാൽ കാലെ കുത്തി കയറുന്ന പരുവത്തിൽ ഇഷ്ടം പോലെ ബോട്ടിൽ പൊട്ടി അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ സൈഡ് ഞാൻ ഫാമിലിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ഞാൻ പാർക്കിങ് ഞാൻ കാണിച്ചില്ലേ, ആ ഒരു സൈഡ് മാക്സിമം ഫാമിലീസ് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. മറ്റേ സൈഡിൽ ഇച്ചിലൂടെ ഒരു എന്താ പറയുക സ്ലോപ്പ് ഇച്ചിലൂടെ കട്ടിയുള്ളത്, ഇപ്പോൾ കയറുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിലൂടെ ഒരു കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സ്ലോപ്പ് കൂടുതലുണ്ട്, ഇച്ചിരി വലിഞ്ഞ് കയറാനും ഉണ്ട്. എന്നാൽ ഈ ഒരു ട്രാക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ബോട്ടിലൊക്കെ പൊട്ടി കിടക്കുന്നത് കൊണ്ട് ഇച്ചിരി സേഫ്റ്റി നോക്കി കയറുക.
ക്യാമറയിൽ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഈ മല മൊത്തം വലിഞ്ഞ് കയറിയിട്ട് നോക്കുന്നുണ്ടെന്നെ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ വ്യൂ. അറ്റ്ലീസ്റ്റ് ആ ഒരു ഏരിയയിൽ കൊള്ളാം എന്ന് കുറച്ച് നേരം അവിടെ ഒന്ന് ഇരിക്കണം എന്ന് തോന്നുന്നൊരു വ്യൂ ആണത്. ഈ 2 സൈഡിലെ മലകൾ കയറുമ്പോഴും ആ ഒരു ഫീലുണ്ട്. ഇറങ്ങുന്നുണ്ട് തെന്നാതെ സൂക്ഷിക്കുക. പക്ഷേ എങ്കിലും അത്ര വലിയ റിസ്ക് ഇല്ല. ഫാമിലീസ് ഞാൻ പറഞ്ഞതുപോലെ പ്രിഫറബിളി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു റൂട്ട് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാച്ചിലേഴ്സ് റൈറ്റ് സൈഡിലോട്ട് കയറിപ്പോകും, ഒരു കുഴപ്പമില്ല. പക്ഷേ നടക്കുന്നവരെ സൂക്ഷിച്ച് നടക്കുക. ബിയർ ബോട്ടിലോട്ട് എല്ലാ ടൈപ്പ് ബോട്ടിൽസും അവിടെ പൊട്ടിക്കിടപ്പുണ്ട്. അപ്പം ഉദ്ദേശിച്ച സ്പോട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിലും പോയ സ്പോട്ട് കൊള്ളാം എന്ന് തീരുമാനിച്ച് ഞാൻ ബൈക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് ഡയറക്ഷൻ ഇട്ടിട്ട് യാത്ര തുടർന്നു. അങ്ങനെ യാത്ര കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് എന്നെ ആ നഗ്നമായ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഈ റൂട്ടിൽ റേഞ്ചില്ല, ചോദിക്കാനാണെങ്കിൽ റോഡിൽ ഒരു മനുഷ്യനുമില്ല. എന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ഒക്കെ കണ്ടൊന്ന് പോയി നോക്കി കേട്ടോ. പക്ഷെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. എന്നാലും ഒരു ധൈര്യത്തിലങ്ങ് പോകുന്നതിനൊരു പരിധിയില്ലേ. ഒന്നാമതാണെങ്കിൽ സൂര്യൻ അസ്തമിച്ചെന്ന് തുടങ്ങി. അപ്പോൾ പിന്നെ തിരിച്ചിങ്ങ് പോരുന്നു. തിരിച്ചു പോകുന്ന കുറച്ചിങ്ങോട്ട് വന്നുകൊണ്ട് ഒരു റോഡ് കണ്ട് അങ്ങോട്ട് പോയി നോക്കിയോണ്ടെയാണ് ഞാൻ ആ നേരത്തെ കാണിച്ച ഒരു ഡാമിൻ്റെ ഒരു ഭാഗമില്ലേ, അതിൻ്റെ ഇപ്പുറത്തോടുള്ള റോഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പോയിൻ്റ് കാണാം. ആ ഇവിടെ താഴോട്ട് ഇറങ്ങിയിട്ട് ഈ റൂട്ട് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാമിൻ്റെ ഷട്ടറിൻ്റെ അവിടെ എത്തും. പക്ഷേ അതിനും മാത്രം വലിയ സംഭവം ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് തോന്നിയില്ല. പക്ഷേ എങ്കിലും ആ വ്യൂ കൊള്ളാം എന്ന് തോന്നിയ, ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊള്ളാം എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് വരുന്ന രീതിയിൽ വെച്ച് നിന്ന് കുറച്ച് വീഡിയോ എടുക്കുകയും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനെങ്കിൽ പോയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അഡ്വഞ്ചർ കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നിയില്ല. എങ്കിലും മിസ്സായി പോയ ആ പോയിൻ്റ് ഇനി ഒരു ദിവസം പോകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ യാത്ര വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ തിരിച്ചിങ്ങ് പോരുന്നു. അപ്പം ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.